തൈലേരിയ, അണപ്ലാസ്മ, ലെംബിസ്കിൻ ഇതുപോലെ അശുദ്ധം ഇല്ലാത്ത പശുക്കളാണ് ഗ്രാമപ്പുറത്തിലുള്ളത്. കാലുകെട്ടി മേഞ്ഞ് കാലുകെട്ടി മെയിൻ പശുക്കൾ. പിന്നെ വന്നിട്ട് ഏത് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ആ പശുവിന്റെ ഉടമസ്ഥൻ ആ പശുവിനെ കണ്ണ് നോക്കിയോ ഇല്ല പശുവിനെ ദേഹത്ത് നോക്കിയോ പെട്ടെന്ന് അതിന് അവർ കാണാൻ പറ്റും. ശരി. പിന്നെ നിങ്ങൾ പശുക്കളെ എവിടെ നോക്കി എടുത്തു കൊടുക്കുന്നത്? ചേട്ടാ, നമ്മൾ വന്ന് പശുക്കൾ എടുക്കുന്നത് മുഴുവതും തമിഴ്നാട് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിന് ഇപ്പുറത്ത് പറഞ്ഞ എല്ലാ കട്ടിത്തറയിലും വീടുകളിലും കൃഷികളിലും കിറങ്ങി നല്ല പശുക്കൾ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊള്ളാച്ചി മാത്രമാണോ? പൊള്ളാച്ചി, ഉടൽപേട്ട, പള്ളി വരെ പോകുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ബോർഡിന് അപ്പുറത്ത് നമ്മൾ പശു വേണം ചോദിക്കുന്ന ആൾക്കാർക്ക് ബോർഡിന് അപ്പുറത്ത് എടുക്കുന്നുണ്ട്. പളനി, പൊള്ളാച്ചി എടുക്കും. പിന്നെ കേരള ബോർഡിനോട് ചേർന്നുള്ള നമ്മുടെ സ്ഥലത്തും എടുത്തു കൊടുക്കും. എല്ലാ സ്ഥലത്തിലും എടുത്തു കൊടുക്കും. ആൾക്കാർക്ക് എവിടെയാണോ ആവശ്യം അവിടെ എടുത്തു കൊടുക്കും. പിന്നെ വന്നിട്ട് ഈ പശുക്കൾ വന്നിട്ട് ഇവിടെ ഉള്ള പശുക്കള് ബോർഡിലുള്ള ആൾക്കാർ മേടിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടെ വരാൻ ഇഷ്ടമില്ല, എനിക്ക് ബോർഡിൽ എടുത്ത് തരി, സമയം കയ്യിലില്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് ബോർഡർ ചെന്ന് അവിടെയും പശു എടുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും നിൽക്കുന്നത് നമ്മൾ ബോർഡറിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ മാറിയാണ് അകത്തോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് കൂടുതലും പശുക്കൾ ബോർഡറിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇത് ശരിക്കും ഒരു ഗ്രാമം അല്ലേ? ഗ്രാമം ഉള്ളേരി ഉള്ളേരിയ ഫുള്ള് കണ്ടില്ലേ? കോഴിപ്പനയൊക്കെ വെച്ചിട്ട് അകത്ത് അല്ലെ ചെറിയ വീടും കാര്യമൊക്കെയാണ്. കൃഷിക്കാരടുത്ത് നിന്ന് മേടിക്കുമ്പോൾ ഒരു 10,000 to 15,000 പശുക്കളുടെ വില താൽപ്പിച്ച് കിട്ടും. ശരി. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു 70 കിലോമീറ്റർ 80 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പശുവിനെ മുകളിലോട്ട് വണ്ടിക്കൂലി ഒരു 2,000 രൂപ കേച്ചി കയറും. പിന്നെ ബ്രോക്കറിന്റെ പൈസ ഒരു 1,000. പിന്നെ ഈ പശുവിന്റെ ഒരു 5,000 അത് മാർജിൻ വെച്ച് കച്ചവടം ചെയ്യും. മിനിമം ഒരു 10 രൂപ കൂടും. 10 രൂപ കൂടും. നിങ്ങൾ ഇപ്പുറത്ത് വന്നാൽ ഈ 10 to 15,000 കുറച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഒരു 4-5 എണ്ണം ഒക്കെ എടുക്കുന്നവർക്ക് ഗ്രാമത്തിൽ വന്ന് ലാഭം, നല്ല ലാഭം കിട്ടും. ഒരു 5 പശു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ മിനിമം ഒരു ആവറേജ്. അപ്പൊ അത്ര നമുക്ക് അതാണ് ഗ്രാമത്തിൽ എടുത്താലുള്ള ഒരു ഗുണം അല്ലേ? ഒരു ഗുണം അത് തന്നെ ഗുണം. ഗ്രാമത്തിൽ എടുക്കുന്ന പശുക്കൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാല് കെട്ടി മെയിൻ പശുക്കൾ. ഇവിടെ നിങ്ങൾ മുഴുവതും കണ്ട ഇപ്പൊ ഫാമിൽ വന്നിട്ട് 2 കയറ് ഇട്ടിട്ട് അതിലെ അങ്ങനെ വന്നിട്ട് മേയും പശുക്കൾ. അങ്ങനെ അവര് പശു നിൽക്കുന്ന സ്ഥലത്തിന് തീറ്റ കൊടുക്കും. പക്ഷെ ഈ ഇങ്ങനെയുള്ള പശുക്കൾ വന്നിട്ട് ഇതിന്റെ ആഹാരം ഇത് അങ്ങനെ നടന്ന് അത് ആഹാരത്തെ തന്നെ എടുത്ത് കളിക്കും. അങ്ങനെ കളിക്കുന്ന പശുക്കൾക്ക് വന്ന് അസുഖത്തിന്റെ പ്രശ്നം ഇല്ല, ആരോഗ്യം കൂടുതൽ. ഇവിടെ വന്ന് പക്ഷേ ഇവരെ വന്ന് എടുക്കുന്ന സ്ഥലത്തിന് വന്നിട്ട് ഈ പശുവിന് പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടാ ഈ പശുവിന് പ്രശ്നമുണ്ട്, ഈ പശു വേണ്ട, അങ്ങനെ സത്യവാക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ഗ്രാമത്തിലുള്ള കൂടുതലുള്ളത്.